ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരെ അധികാരത്തിൽ തിരിച്ചു വരിക അല്ലെങ്കിൽ എൻ ഡി എ അധികാരത്തിൽ തിരിച്ചു വരിക എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യയിൽ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സമയത്ത് പോലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പാർട്ടികളിലെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം തന്നെ ഇൻ പ്രൈവറ്റ് പറഞ്ഞിരുന്നതും അതേ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ നില മെച്ചപ്പെടുത്തും, ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ശ്രീ ജയശങ്കറും ഇപ്പോൾ പറഞ്ഞത് അതേ പോയിന്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 400 എന്ന് പറയുന്ന ഒരു മാജിക് നമ്പർ, ബി ജെ പി വെച്ചിരുന്ന 400 പാർ എന്ന് പറഞ്ഞിരുന്ന ഒരു മുദ്രാവാക്യം, അതിൽ ബി ജെ പി ഒറ്റയ്ക്ക് 370 അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം മൊത്തത്തിൽ 400 എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ ഒരു പ്രചരണ ആയുധമായിട്ട് തന്നെ അവരത് ഉപയോഗിച്ചിരുന്നു. അത് ഒരുപക്ഷെ നമ്മളെ എല്ലാം തന്നെ ഭരണപക്ഷത്തുള്ള ആൾക്കാരാണെങ്കിലും പ്രതിപക്ഷത്തുള്ള ആൾക്കാരാണെങ്കിലും സാധാരണ വോട്ടർമാരാണെങ്കിലും എല്ലാ ആൾക്കാരെയും അത് കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിൽ തന്നെ സ്വാധീനിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ 400 എത്തില്ല എന്ന മട്ടിലേക്ക് പല നേതാക്കന്മാരും എതിർചേരിയിലുള്ള ആൾക്കാർ അഭിപ്രായം പ്രകടിപ്പിക്കാനായിട്ട് സന്നദ്ധരായത്. ഇപ്പോഴും നമ്മൾ ഒരു കണക്കിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2014 അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു സർക്കാർ 10 വർഷത്തെ ഭരണം 2 ടേം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു 5 വർഷത്തേക്ക് കൂടി അവർക്ക് ജനങ്ങൾ മാൻഡേറ്റ് നൽകുമ്പോൾ ഏതാണ്ട് 295 അല്ലെങ്കിൽ 297 സീറ്റുകൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 400 എന്ന് പറയുന്ന ഒരു സംഖ്യയെ മായ്ച്ചു കളഞ്ഞാൽ അത് അതിഗംഭീര ഭൂരിപക്ഷം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ചരിത്രത്തിൽ അടുത്ത കാലത്തൊന്നും തന്നെ ഇത് നടന്നിട്ടില്ല. തന്നെയുമല്ല, കുറേയധികം എതിർക്കപ്പെടാനുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള പല നയങ്ങളും നിയമങ്ങളും ഒക്കെ തന്നെ കൊണ്ടുവന്നിരുന്നു. പ്രതിപക്ഷ ഐക്യം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തന്നെ നമ്മൾ തമ്മിലുള്ള ഡിഫറൻസസ് എല്ലാം മറന്നുകൊണ്ട് ബി ജെ പി എതിർക്കപ്പെടേണ്ടവരാണ്, അവരെ ഒന്നിച്ചെതിർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഐഡിയോളജിക്കലി പോലും ഒരേപോലെ താതാത്മ്യം പ്രാപിക്കാതിരുന്ന പാർട്ടികൾ എല്ലാവരും തന്നെ ഒന്നിച്ചു നിൽക്കാനുള്ള കാരണവും അത് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിനെ കൂടി പരിഗണിച്ചാൽ 2014 ബി ജെ പി നേരിട്ടത് കോൺഗ്രസിനെയാണ്, 2019 ബി ജെ പി നേരിട്ടത് കോൺഗ്രസിനെയാണ്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ ഒരു ബി ജെ പി വിരുദ്ധ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിനെ പറ്റി ചോദിക്കുമ്പോൾ, ഉത്തർപ്രദേശിലായിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എങ്കിൽ എനിക്ക് വോട്ട് ചെയ്യാനായിട്ട് അവിടെ കോൺഗ്രസ് ഉണ്ടായിരുന്നു, എസ് പി ഉണ്ടായിരുന്നു, ബി എസ് പി ഉണ്ടായിരുന്നു, അങ്ങനെ നിരവധി പാർട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു 2014 2019 ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് നമ്മൾ ഈ 2024 വരുന്ന സമയത്ത് ആ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏകീകരിച്ചത് ഒന്നായി. ഏതാണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും അത് ഒരു ഓപ്ഷനായിട്ട് മാറി. അപ്പോൾ നമ്മൾ ഈ വിദേശത്തൊക്കെ ഒരുപക്ഷെ അമേരിക്കയിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന ഒരു 2 പാർട്ടി സിസ്റ്റം എന്ന് പറയുന്ന രീതിയിലത്തേക്ക് ഇഫക്റ്റീവ്ലി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ക്രമം മാറുന്നതാണ് നമ്മൾ 2024 കാണുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ബി ജെ പിയും കൂട്ടരും മറ്റൊരു ഭാഗത്ത് കോൺഗ്രസും കൂട്ടരും എന്ന് ലാർജറായിട്ടൊരു പെർസ്പെക്റ്റീവിൽ പറയാവുന്ന രീതിയിലത്തേക്ക് വളരെ ലഘൂകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പാർട്ടി സിസ്റ്റം എന്ന രീതിയിലത്തേക്ക് വന്ന ഒരു ഇലക്ട്രൽ ഫോർമാറ്റാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ എന്ന് പറയുന്നത് ഏകോപിപ്പിക്കുക, അത് ഏകീകരിക്കുക, ഒരേ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്ന രീതിയിൽ പല മണ്ഡലങ്ങളിലും നടന്നിട്ടുമുണ്ട്. അപ്പോൾ എന്നിട്ടും ഈ പറഞ്ഞതുപോലെ 10 വർഷം കഴിഞ്ഞ് 2 ടേം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ 290s കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ 400 എന്ന നമ്മളെ ബാധിച്ചിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ നമ്പർ ഇല്ല എങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഭൂരിപക്ഷം തന്നെയാണ്, അതിഗംഭീരമായിട്ടുള്ള മാൻഡേറ്റ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന നമ്പറുകളിലേക്ക്, അതിപ്പോൾ എക്സിറ്റ് പോൾ ഏജൻസികളാണെങ്കിലും ഒക്കെ തന്നെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന നമ്പറുകളിലേക്ക് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പറയാവുന്ന ബി ജെ പിക്ക് തട്ടുകേട് കിട്ടിയിരിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ രാജസ്ഥാൻ, അതല്ലെങ്കിൽ വേണമെങ്കിൽ ഹരിയാന, ബംഗാൾ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഇങ്ങനെ പലത് പറയാമെങ്കിലും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശ് മാത്രമാണ്. കാരണം ഉത്തർപ്രദേശിൽ ഈ എക്സിറ്റ് പോളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവറേജ് എടുത്താൽ ഒരു പോൾ ഓഫ് പോൾ സംഖ്യയായിട്ടുള്ള ഒരു 68-70 സീറ്റുകളൊക്കെ കിട്ടിയിരുന്നുവെങ്കിൽ നമ്മൾ ഈ പറയുന്ന മാജിക് നമ്പറിലേക്ക് 400 അല്ല, പക്ഷേ ഈ അല്ലാതെ ആൾക്കാർ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന നമ്പറുകളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഒരു 340 ഒക്കെ എത്തുക എന്ന് പറയുന്നത് സംഭവ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ നടക്കുന്നില്ല. അപ്പോൾ യു പിയിൽ വളരെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം യു പിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അജയ് റായുടെ മണ്ഡലത്തിലാണ് ആദ്യം വോട്ട് എണ്ണിയത് എങ്കിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ 5000-6000 വോട്ടിന് ട്രെയിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചിരുന്ന ഒരു കാര്യമാണ്. തന്നെയുമല്ല, അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തെയുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല. രാജ്നാഥ് സിംഗിന് ലക്നൌവിൽ ഏതാണ്ട് 40,000 വോട്ടിൻ്റെ ലീഡ് ചെയ്യുന്നു എന്നാണ് കുറച്ച് മുമ്പ് കണ്ടത്. സ്മൃതി ഇറാനി പരാജയപ്പെടുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കാര്യമായിട്ട് വർദ്ധിക്കുന്നു. അഖിലേഷ് യാദവ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിംപിൾ യാദവ് ആണെങ്കിലും ഒക്കെ തന്നെ നല്ല മുന്നേറ്റം നടത്തുന്നു, മികച്ച ഭൂരിപക്ഷം നേടുന്നു. എസ് പി അവരുടെ നേതൃത്വത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് എസ് പി അവിടെ ഒരു ഫോർമിഡബിൾ ഫോഴ്സായിട്ട്
ഈ ഇടതുപക്ഷ വോട്ട് BJP വിരുദ്ധ വോട്ടുകളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മളൊരു ഘട്ടത്തിൽ കണ്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പോലും SP ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊരു അഡീഷണൽ സീറ്റ് തരുമോ എന്ന രീതിയിലത്തേക്ക് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ബാർഗെയിൻ നടത്തുന്നതിൻ്റെ ലീഡ് ചെയ്യുന്നത് പോലും SP ആകുന്ന ഒരു സാഹചര്യം, അത് കൺവേർട്ട് ചെയ്യുന്നു. തന്നെയുമല്ല, അവിടെ അവർക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ടായിരുന്ന കുറേയധികം ഫാക്ടറുകളെ ന്യൂട്രലൈസ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിജയത്തിലേക്ക് SP അവിടെ എത്തിയിരിക്കുക, അല്ലെങ്കിൽ BJPയെ പകുതിയിൽ താഴെ സീറ്റിലേക്കൊക്കെ തന്നെ ഒതുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ അട്ടിമറി എന്ന രീതിയിലത്തേക്ക് തന്നെ രേഖപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള കൂടുതൽ പഠനങ്ങൾ ആവശ്യമുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. ഞാൻ പറയുന്നത്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് ഈ പറഞ്ഞതുപോലെ ഒരു തിരിച്ചടി കിട്ടിയെങ്കിലും ഉത്തർപ്രദേശ് കിട്ടുമായിരുന്നുവെങ്കിൽ അതൊക്കെ തന്നെ ന്യൂട്രലൈസ് ചെയ്യപ്പെടുമായിരുന്നു. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ മറ്റുള്ള സ്ഥലത്തേത് പോലും അത്ര ഗ്രാവിറ്റിയോടുകൂടി ചർച്ച ചെയ്യപ്പെടാത്തത്. ഇപ്പോൾ 18 സീറ്റ് ഉണ്ടായിരുന്നു ബംഗാളിൽ, അതിപ്പോൾ ഏതാണ്ട് 10ലേക്കോ 9ലേക്കോ ഒക്കെ തന്നെ മാറുന്ന ഒരവസ്ഥയുണ്ട്. അത് 25ലേക്ക് എത്തും, അല്ലെങ്കിൽ 28ലേക്ക് എത്തും എന്നൊക്കെയായിരുന്നു അവരുടെ ആത്മവിശ്വാസം. അതുപോലും ചർച്ച ചെയ്യപ്പെടാൻ ഉള്ള ഒരു സ്പേസ് ഇല്ലാതെയാക്കി മാറ്റിയത് ഉത്തർപ്രദേശാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ പറയാറുണ്ട് പലപ്പോഴും, ഉത്തർപ്രദേശ് പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പിടിക്കാം എന്നുള്ളത്. അപ്പോൾ ഉത്തർപ്രദേശ് പിടിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചില്ല. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന നമ്പറുകളിലേക്കൊക്കെ തന്നെ ഒരു മുന്നണി എന്ന നിലയ്ക്ക് എത്താനായിട്ട് അവരെ സാധിച്ചത് അവരുടെ ഒരു ലുക്ക് സൗത്ത് പോളിസി കൂടിയാണ്. കാരണം ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ടാലി വർദ്ധിപ്പിക്കുക എന്നതിൽ ആത്മാർത്ഥമായിട്ട് അവർ പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആന്ധ്രയിൽ കിട്ടി, തെലങ്കാനയിൽ കിട്ടി, കർണാടകയിൽ കിട്ടി, കേരളത്തിൽ കിട്ടി, അങ്ങനെയൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ സാധാരണ പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ പാർട്ടി എന്ന് പറയുന്ന BJP ഇത്തവണ ദക്ഷിണേന്ത്യക്കാരുടെ കൂടി കനിവിലാണ് ഇത്തവണ ഈ പറയുന്ന 290ലേക്ക് എത്തിയിരിക്കുന്നത്. അതൊക്കെ ശരിയാണെങ്കിലും ശ്രീത്തെ, ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് എല്ലാ പണം അവരുടെ കയ്യിലാണ്, അധികാരം അവരുടെ കയ്യിലാണ്, സംവിധാനങ്ങൾ അവരുടെ കയ്യിലാണ്, വ്യവസായികൾ അവരുടെ കയ്യിലാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ കയ്യിൽ. ഇത്രയും ശക്തമായ ഒരു ഫോഴ്സ് ഉണ്ടായിട്ടും BJP പ്രതിപക്ഷം ഇല്ലല്ലോ. സത്യത്തിൽ കോൺഗ്രസ് 52 സീറ്റുള്ള 1-2 സംസ്ഥാനത്ത് ഭരിക്കുന്ന ഒരു പാർട്ടി മാത്രം. എന്നിട്ടും ഇവർ ഇത്രയും വലിയ വിജയം കൈവരിക്കുമ്പോൾ, BJP ഇത്രയും പുറകോട്ട് പോകുമ്പോൾ അതിനൊരു നേട്ടമായിട്ട് എങ്ങനെ കാണാൻ പറ്റും? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ചോദ്യം, ഈ ഉത്തർപ്രദേശിൽ ഇത്രയധികം തിരിച്ചടി എങ്ങനെ ഉണ്ടായി? അത് മുമ്പ് പറഞ്ഞു, എങ്ങനെ ഇത്രയധികം തിരിച്ചടി ഉത്തർപ്രദേശിൽ ഉണ്ടായത്? ഒരു ഞാൻ പറഞ്ഞു നേട്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, ഇതൊരു 3ാം തവണ ഒരു നേട്ടമാണ് എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ നേട്ടമാകും? കാരണം ഇത്രയും പവർഫുൾ ആയ ഒരു പാർട്ടി, ദുർബലമായ, പണമില്ലാത്ത, ഉള്ള ഫണ്ട് പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് മരവിപ്പിച്ചിരുന്നു. അത്ര ദുർബലമായ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ. അവരിങ്ങനെ കയറിയത് നമുക്ക് എങ്ങനെ BJPയുടെ നേട്ടമായി കാണാൻ പറ്റും? അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ പാർട്ടിയും, പ്രതിപക്ഷത്തുള്ള ഓരോ പാർട്ടിയും ഐഡിയോളജിക്കലായിട്ട് ഡിഫറൻസ് ഉള്ള പാർട്ടിയാണ്. BJPയേക്കാൾ റൈറ്റ് വിങ് ആയിട്ടുള്ള ശിവസേന മുതൽ എക്സ്ട്രീം ലെഫ്റ്റ് ആയിട്ടുള്ള പാർട്ടികൾ വരെ അതിലുണ്ട്. അപ്പോൾ ഐഡിയോളജിക്കലി അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല. എന്നിട്ട് പോലും അവർക്ക് എങ്ങനെയാണ് ഒരു കോമൺ ഗ്രൗണ്ട് അവിടെ കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, അത് ഈ BJP വിരുദ്ധ വികാരം, അതിനെ ഏകോപിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ മുള്ളുമുരുക്കി മൂർക്കം പാമ്പ്, കല്ലുകരട്, കാഞ്ഞിരക്കുറ്റി എല്ലാം കൂടെ ചേർന്ന് ഫോഴ്സാണ്. അപ്പൊ അങ്ങനെ BJPയെ എതിർക്കുന്ന ചെറിയ പ്രശ്നമുള്ളത്, കഴിഞ്ഞ തവണ SP-യും BSPയും ഒരുമിച്ച് നിന്നിരുന്നു. BSPയേക്കാൾ ദുർബലമാണ് കോൺഗ്രസ്. അത് പരിഗണിക്കണ്ടേ? അല്ല, മൊത്തത്തിൽ നടത്തിയിരിക്കുന്ന പ്രചരണം എന്ന് പറയുന്നത് ചെറുതായിരുന്നില്ല. അപ്പോൾ അവർക്ക് ശക്തിയില്ല എന്ന് നമുക്ക് പറയാം, പണമില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ദേശവ്യാപകമായിട്ട് നടത്തിയിരുന്ന ക്യാമ്പയിൻ എങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ വളരെ പ്രോ BJP ആയിരുന്ന ഒരു ക്യാമ്പയിൻ പിന്നീട് മാറി വന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ തന്നെ പലപ്പോഴും വളരെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന സമയത്ത് പോലും 295 കട്ടായം കിട്ടും എന്ന രീതിയിലത്തേക്ക് പറയുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിലും BJP പൂർണ്ണമായി ജയിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നായിക്കോട്ടെ, അതല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നിരയിൽ നിന്നായിക്കോട്ടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആൾക്കാരൊക്കെ കൺസീഡ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ ചിട്ടയായിട്ട് മുന്നോട്ട് വരികയാണ് എന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഇംപ്രഷനാണ് എല്ലാ കാലവും ഉണ്ടാക്കാനായിട്ട് ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഇങ്ങോട്ട് ശ്രമിച്ചത്. ഒരുപക്ഷെ ഒരു ആദ്യഘട്ടം അല്ലെങ്കിൽ 2ാം ഘട്ടമൊക്കെ കഴിയുന്ന സമയത്തേക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ പോലും ഇത്തിരി മൂർച്ച കൂടി എന്ന രീതിയിലുള്ള ആരോപണം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ BJP പ്രതീക്ഷിച്ച രീതിയിലത്തേക്കുള്ള ഒരു പെർഫോമൻസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന ചിന്തയുടെ അടിസ്ഥാനമായിട്ട് കൂടിയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. അപ്പോൾ UPയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ SP+BSP എന്ന് പറയുന്നത് വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ ഈ കൺസോളിഡേറ്റ് ചെയ്യുകയും ആൾക്കാരിലേക്ക് അതിനൊരു വിശ്വാസം ഉണ്ടാക്കുന്നതിനുള്ള ഒരു അടിത്തറയും ഉണ്ടാക്കി. അപ്പോൾ ഇതിന് പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ നടന്നിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചില ബൈപ്പോളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഈ സഖ്യം പ്രവർത്തിച്ചു. നേരത്തെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവരെ പരസ്യമായിട്ട് അടികൂടിക്കൊണ്ടിരുന്ന 2 പാർട്ടികൾ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒന്നിച്ചു വന്ന് കൈകോർക്കുകയാണ്. ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല.
ഒരല്പം കൂടി സമയമുണ്ടായിരുന്നു, സീറ്റ് ഷെയറിംഗ് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്താനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഒന്നിച്ചു വന്ന് ക്യാമ്പയിനിലൊക്കെ കാര്യമായിട്ട് പങ്കെടുക്കുന്നതിനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. വളരെ വലിയ രീതിയിലുള്ള ഒരു വിമുഖതയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടിപിടിയോ ഒന്നും തന്നെ പരസ്യമായിട്ടെങ്ങും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് പങ്കെടുത്തിരുന്ന ഒരു റാലി നമ്മൾ കണ്ടതാണ്. ആ സമ്മേളനത്തിൽ ആൾക്കാരുടെ ബാഹുല്യം കണ്ടതാണ്. അവിടെ ആൾക്കാരുടെ തള്ളിക്കയറ്റം കൊണ്ട് ഇരുവർക്കും പ്രസംഗിക്കാതെ അവിടെ വേദി വിട്ടു പോകേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ആൾക്കാർ അവർക്ക് നൽകിയിരുന്ന ഒരു വിശ്വാസമാണ്. ഇത് കൂടാതെ ബി ജെ പിയുടെ തന്നെ സംഘടനാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഒരുപക്ഷെ യു പിയിലെ അവരുടെ ഈ മോശം പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അവിടെ എന്തെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ആരാണ് കൂടുതൽ കേമൻ എന്ന രീതിയിലത്തേക്കുള്ള തർക്കങ്ങൾ ആഭ്യന്തരമായിട്ട് ബി ജെ പിക്ക് ഉള്ളിലുണ്ടോ, സെൻട്രൽ ലീഡർഷിപ്പുമായിട്ടുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ഇനി മറനീക്കി പുറത്തു വരേണ്ടതാണ്. അപ്പോൾ അത് ബി ജെ പി മാത്രം പഠന വിഷയമാക്കേണ്ടുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ കരുതുന്നില്ല. രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ഏതൊരാളിനും, പ്രതിപക്ഷ കക്ഷികൾക്കും ഉൾപ്പെടെ പഠന വിഷയമാക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു തിരിച്ചടിയാണ് ഒരു എക്സിറ്റ് പോൾ പോലും കണ്ടെത്താതിരുന്ന യു പിയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം. പക്ഷെ അതിൽ നിന്ന് പോലും ഒരു പക്ഷേ കരകയറാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുന്നതും ഈ ഒരു അളവിലേക്ക് വരെ വരാൻ പറ്റുന്നതും അവർ വളരെ ചിട്ടയോടുകൂടി നടത്തിയിരുന്ന ഈ ലുക്ക് സൗത്ത് പരിപാടിയാണ്. അത് മറ്റുള്ള മുന്നണികൾ അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നില്ല. ബി ജെ പിക്ക് നോർത്ത് ഇന്ത്യയിലായിരുന്നു കോൺഫിഡൻസ് കൂടുതൽ കാണിച്ചിരുന്നത് എങ്കിൽ ബി ജെ പിക്ക് അവിടെ ഇത്തവണ കിട്ടില്ല എന്ന് പറയുകയും സൗത്തിൽ ബി ജെ പി ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയും ചെയ്യുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ടി ഡി പി പ്ലസ് ബി ജെ പി എന്ന് പറയുന്നത് എത്രത്തോളം ശക്തിയുള്ള ഒരു മുന്നണിയായിട്ടാണ് ആന്ധ്രയിൽ വരിക എന്നതിനെപ്പറ്റി ഇവരാരും തന്നെ കാര്യമായിട്ട് ബോധർ ചെയ്തിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കണ്ടതാണ് 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ഒഡീഷയിലായിക്കോട്ടെ ആന്ധ്രയിലായിക്കോട്ടെ അവിടെ എൻ ഡി എ സഖ്യം തന്നെയാണ് വരുന്നത്. ഒഡീഷയിലൊക്കെ വളരെ വലിയ വിജയമാണ്. അതേപോലെ ടി ഡി പി ആന്ധ്രയിൽ വലിയ വിജയം നേടിയിരിക്കുകയാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ഇപ്പം ആന്ധ്രയുടെ കാര്യത്തിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിലേക്ക് വളരെ വലിയ രീതിയിലേക്ക് വ്യാപിക്കാനുള്ള അവരുടെ ഒരു ആഗ്രഹം, അതിനു വേണ്ടിയിട്ട് പുതുതായിട്ടുള്ള സഖ്യ കക്ഷികളെയൊക്കെ തന്നെ കണ്ടെത്താനുള്ള ഒരു ശ്രമം, ഇതൊക്കെ തന്നെ അവർ നേടിയിട്ടുണ്ട്. അപ്പോൾ ആന്ധ്ര, തെലങ്കാന, കർണാടക, കേരള, പിന്നെ ഒപ്പം ഈ പറഞ്ഞതുപോലെ കേരളം വലിയ സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ അത് ടാക്ടിക്കലി ഒരു വിജയമാണ്. ഒപ്പം ഒഡീഷ, ഇതൊക്കെ തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിജയം സമ്മാനിച്ചത്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് അവർക്ക് പ്രേരകമായി